Hello friends, Assalamu alaikum. Welcome back to Z Family. വിയർത്ത് കുളിച്ചിട്ട് ഞാൻ പറയില്ല ഇപ്പം അതെല്ലാം കഴിച്ചിടുന്നു വിയർത്ത് കുളിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി. പൊന്നോ എല്ലാവരും ടയർഡായി. Not me. I used to be tired, but I'm not tired. ഞാനും ഇന്നലെ ടയർഡായി. നോക്കിയേ, Everyone vomited. Like everyone on this trip vomited at least once. ബൈ ബൈ ഷാനു ഫ്രം ചൈന. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് വലിയ ട്രിപ്പായി പോയി. നല്ല തണുപ്പുണ്ട്. നമ്മൾ ജാക്കറ്റൊന്നും ഇടാണ്ട് ഞാൻ ഏറ്റവും നേരിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ദുബായിലേക്ക് പോവല്ലേ. പൊന്നൂസ് ഓക്കെ അല്ലേ? വോയിസ് ബുക്ക് പൊന്നു. അങ്ങനെ ഇങ്ങനെ ഒരു രാത്രി നമ്മളെ യാത്ര തുടങ്ങി തോന്നുന്നത്. ആക്ച്വലി ഫസ്റ്റ് ഞാനിട്ട ആ ഒരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഷാനു ശരിക്കും നന്നായി ടയേർഡായിരുന്നു. അവന് നന്നായി വോമിറ്റൊക്കെ ചെയ്തു. ഷാനു മാത്രമല്ല, പിന്നെ തന്നൂക്കിയായി. അങ്ങനെ വൺ ഡേ നമ്മൾ കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുത്തിരുന്നു. പിന്നെ ഓക്കെ ആയി. പിന്നെ അതിന് ശേഷം പിന്നെ ഷാങ്ഹായ് സിറ്റിയൊക്കെ വീണ്ടും നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തു. കാരണം ഓൾറെഡി വീഡിയോ എടുത്തുകൊണ്ട് പിന്നെ വീണ്ടും വീഡിയോ എടുക്കാനും നിന്നില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആക്ച്വലി കമ്പയർ ടു അവർ അതർ ട്രിപ്സ് നമ്മൾ നോക്കുമ്പോൾ ദിസ് വാസ് ദ ലോങ്ങസ്റ്റ് വൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ വി സ്പെൻഡ് 12 days ഇൻ ചൈന. ബൈ ബൈ ചൈന. എമിറേറ്റ്സിന്റെ ഒരു ലോകം തന്നെ എന്താണ് പറയാനുള്ളത്? സൂപ്പറാണ്, പക്ഷെ ഭക്ഷണത്തിലായിരുന്നു പ്രശ്നമാണ്. നമുക്ക് എല്ലാണ്ട് ചൈന അടിപൊളിയാണ്. മേ ബി സമ്മറിനൊക്കെ ആയിരിക്കും. സമ്മറിനൊക്കെ അല്ലെങ്കിലും വെതറും ഓക്കെയാണ്, തണുപ്പെല്ലാം സഹിക്കുക. പക്ഷെ ഭക്ഷണം തീരെ പറ്റിയില്ല. സൈഡായി പോയി. അപ്പൊ ഷാനു പൊന്നു, നിങ്ങൾക്ക് ചൈനയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? ചൈനയിൽ തന്നെ പറ. അടിപൊളിയാണ് ചൈന അല്ലേ? ഓൺലി ഫുഡ്. It is very good place. Only food you should adjust. But I think if you go to European countries also, you need to adjust food. But then China's ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളി അല്ലേ? എല്ലാവരും വരാൻ ട്രൈ ചെയ്യാം. ചൈന അടിപൊളി. No, ഇവിടുത്തെ then ആൾക്കാരൊക്കെ here will be filled with ഇവിടുത്തെ ആൾക്കാരെല്ലാം അടിപൊളിയാണ്. അപ്പം പറ്റുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. നല്ല കൺട്രിയാണ്. misconceptions about China will change. അതെ, നല്ല കൺട്രിയാണ്. ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പേടിക്കാനില്ല, ഭയങ്കര സേഫാണ്, എല്ലാം അടിപൊളിയാണ്. ഓൺലി for us Indians. മേ ബി ഇന്ത്യൻസിനെക്കാട്ടി നോർത്ത് ഇന്ത്യൻസിന് എന്നാലും ഫുഡ് നമ്മളൊക്കെ ഒന്ന് ഈ കേരളീയൻസ് നമുക്ക് നമ്മളതായ ഒരു രീതിയുണ്ടാവില്ല. ആ ഫുഡ് തന്നെ വേണം. കുറേ ദിവസം പറ്റൂല, കുറച്ച് ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ നമ്മൾ ജങ്ക് ഫുഡും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ജങ്ക് ഫുഡ് നമുക്ക് കിട്ടുന്നതല്ല ഇവിടെ, വേറെ രീതിയിൽ. ഇവരെല്ലാം ടേസ്റ്റില്ല, പലതും ഉണ്ടാകുന്നത്. അത് നമുക്ക് പിടിക്കുന്നുമില്ല. അപ്പോൾ ഇൻഷാല്ലാ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും ഒരുപാട് നാട് പോകാൻ. തന്നൂക്ക നമ്മളെ കൊണ്ടുപോകട്ടെ എന്നാ വീണ്ടും പഴയതുപോലെ. തന്നൂക്ക ഇടയ്ക്ക് ബാക്ക് പാക്ക് വിട്ടിട്ട് ഇടയ്ക്ക് പോകണം. നമ്മൾ ഈ ലഗേജ് എടുത്തതിനായി പറയുന്നത്. ഒരുപാട് കൺട്രീസ് തന്നൂക്ക കൊണ്ടുപോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. തിരിയാനൂക്ക. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, പേടിച്ചിട്ട്. I was really tired. യെസ്,
അപ്പോൾ നൂഡിൽസ് നോട്ട് നൂഡിൽസ് നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ആക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് ജസ്റ്റ് വെജിറ്റബിൾസ് ആൻഡ് എഗ്സ് മാത്രമുള്ള മീറ്റൊന്നും ഇല്ലാത്ത റിസ്ക് എടുക്കാൻ വയ്യ. പൊന്നു ഓറിയോ കേക്ക് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് വേണ്ട ഹരീഷ. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇത് ഷാനുടെ സ്പൈസി നൂഡിൽസ്. ഓക്കെ ഷാനു, നല്ല ഭയങ്കര ക്ലാരിറ്റി. ഇതാ ക്രൂ മെമ്പേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ബൈ ബൈ ടു ചൈന. And ഷാനു പൊന്നു. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ നല്ലൊരു യാത്ര തിരിച്ചു പോകണം ഇൻഷാ അല്ലാഹ്. ബൈ ബൈ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ട്രിപ്പിൽ കാണാം. ആക്ച്വലി ഈ ഒരു യാത്രയിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല ഹാപ്പി കൂടിയായിരുന്നു. അൽഹംദുലില്ലാ നല്ലൊരു രാജ്യം കാണാൻ പറ്റി. ചൈനയെക്കുറിച്ച് ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കിട്ടി. ശരിക്കും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു ചൈനയെക്കുറിച്ച്. അപ്പോൾ എപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ ഇനിയും ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയൊരു വീഡിയോവുമായി വരുന്നത് വരെ മാസലാമ.